ഗംഗാധരൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും മുത്തശ്ശിക്ക് സംശയമാണ് കേട്ടോ. അപ്പം നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അന്ന് ചെയ്ത മഹാപാപം ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ ആരെ തിരിച്ചടിക്കാനാന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വിധി അല്ലാതെ ആരാ എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ മാലതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് വരുമെന്ന് മുത്തശ്ശിയും പറയും. പിന്നെ അവരങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയും ഇതന്നെയാണ് സംസാരം. ബാലചന്ദ്രൻ എങ്ങനെ വൈജയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കും ഒന്നും അറിയില്ല, അമ്മയ്ക്കും ഒന്നും അറിയില്ല. പിന്നെ ബാലചന്ദ്രൻ എങ്ങനെ ഇതറിഞ്ഞു എന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അലീനയിൽ നിന്നായിരിക്കുമോ ഈ സത്യം ബാലചന്ദ്രൻ അറിഞ്ഞത്? ഇനിയിപ്പോൾ അലീനയ്ക്ക് അറിയായിരിക്കുമോ അത് ഇങ്ങനെ വൈജയാണ് അവളുടെ അമ്മ എന്നുള്ള സത്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ആവില്ല. ഇനിയിപ്പോൾ അവൾക്ക് അറിയാമെങ്കിലും അവളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കള്ളലക്ഷണം കാണില്ലേ? അങ്ങനെ അറിയാമെങ്കിലും അവൾ പറയില്ലല്ലോ. അപ്പോൾ അവൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രൻ നീലഗിരിയിൽ പോകുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. ഊണ് കഴിച്ച് റൂമിലേക്ക് ചെന്ന് ബാലചന്ദ്രൻ ചിലപ്പോൾ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ വൈജയനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. അല്ലെങ്കിൽ വൈജയുടെ പഴയ മെഡിക്കൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരി അയച്ച ലെറ്ററോ എന്തെങ്കിലും കിട്ടി കാണും എന്ന് പറയാണ് കേട്ടോ. റൂമിലേക്ക് പോകുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് അലീന പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗാധരൻ ഓരോന്ന് ഊഹിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ആഗ്രയിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഫോട്ടോസും എല്ലാ കാര്യങ്ങളും കത്തിച്ച് കളഞ്ഞതാണ്. ഞാനും കൂടെ ചേർന്നാണ് അതെല്ലാം കത്തിച്ച് കളഞ്ഞത്. അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല എന്ന് പറയൂ കേട്ടോ. പിന്നെ എങ്ങനെയാണ് ബാലചന്ദ്രൻ ഇതറിഞ്ഞതെന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഗംഗാധരൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് മാലതിയോട് പറയുകയാണ്. അപ്പോൾ മാലതിയും പറയുന്നുണ്ടായിരുന്നു, എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഗംഗാധരൻ പറയും, എന്നാൽ പിന്നെ നിൻ്റെ സംശയം ആദ്യം പറയുന്നു കേട്ടോ. അപ്പം എൻ്റെ സംശയം അലീനയെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ അതെ, അത് തന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിച്ചതെന്ന് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് മാലതി പറയാണ്, കഴക്കൂട്ടത്ത് നെയ്യാറ്റിൻകരയിൽ വൈജ അങ്ങനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അഡ്മിറ്റായ ഡേറ്റും അലീനയുടെ ഏജും ഒക്കെ ഒത്തു നോക്കുമ്പോൾ ഏകദേശം ഒത്തു വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതെ അത് ശരിയാണ്. അപ്പോൾ വൈജ പ്രസവിച്ച മകള് ചിലപ്പോൾ അലീന തന്നെ ആയിരിക്കും എന്നൊക്കെ അങ്ങ് തുറന്നു പറയുമ്പോൾ, ഇങ്ങനെ തുറന്നടിച്ച് പറയാതെ എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം അച്ഛൻ വയ്യാതിരിക്കുമ്പോഴും അന്ന് കഴക്കൂട്ടത്ത് ഇങ്ങനെ സ്നേഹനികേതനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണം കാണും. അല്ലാതെ വയ്യാതിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് പോവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അത് തന്നെയാണല്ലോ മനുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓർഫനേജ് നടത്തുന്ന ആ സ്ത്രീയെ അച്ഛനെ മുൻപേ അറിയായിരുന്നു, ആ സ്ത്രീക്ക് അച്ഛനെ അറിയായിരുന്നു. അതുകൊണ്ടാണല്ലോ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ കൊല്ലപ്പള്ളി വരെ വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ബ്രിജിത്തമ്മ കൊല്ലപ്പള്ളിയിൽ വന്ന കാര്യമൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത് ഏകദേശം ഒത്തു നോക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഊഹിച്ച് ഒരു ഇതിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കും നല്ല സംശയമുണ്ട്. അവരുടെ അടുത്ത് വേറെ തെളിവുകളൊന്നുമില്ല, അവരങ്ങ് ഊഹിച്ചെടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അച്ഛനിപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഒരു ഓർഫനേജിനും ഇങ്ങനെ ഡൊണേഷൻ കൊടുത്തതായിട്ടും എനിക്കറിയില്ല. അപ്പോൾ അന്ന് വയ്യാതിരിക്കുമ്പോഴും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം കാണും. അത് അലീനയെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ അവർ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കും അത് ഏകദേശം ഉറപ്പിക്കാവുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും അച്ഛൻ ആ കുഞ്ഞിനെ സ്വന്തം മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല എന്ന് ഗംഗാധരൻ പറയുകയാണ്. അപ്പോൾ അച്ഛൻ അത്രേ ഉദ്ദേശിച്ച് കാണുള്ളൂ, അമ്മേനെ നോക്കാൻ നല്ലൊരു പെൺകുട്ടി അത്രേ ഉദ്ദേശിച്ച് കാണുള്ളൂ എന്ന് പറയാം കേട്ടോ. ആ കുട്ടി പ്രസവിച്ചത് മുതൽ അതിനോടൊരു നീതിയും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വൈജയുടെ മകളാണെങ്കിൽ ആ കുട്ടീനെ ഇങ്ങനെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് അച്ഛൻ അവിടെ കൊണ്ട് നിർത്തുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛന് അതിനുള്ള ശേഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണവും എല്ലാം പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അച്ഛനെ കൊണ്ട് ചെയ്യുന്നത് അച്ഛൻ ചെയ്തു അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയായിരുന്നു അന്നിങ്ങനെ കഴക്കൂട്ടത്ത് വരെയുള്ള യാത്ര. അതുകൊണ്ട് തന്നെയാണ് ആ യാത്ര കൊണ്ട് അച്ഛൻ്റെ ആയുസ് വെട്ടിക്കുറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ അലീനയ്ക്ക് അറിയായിരിക്കുമോ വൈജയുടെ മകളാണ് അവൾ എന്നുള്ള സത്യം എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ അറിയാനുള്ള സാധ്യതയില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വൈജയുടെ ആട്ടും തുപ്പും സഹിച്ച് ഒരു പെൺകുട്ടിക്ക് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ ആ സത്യം എങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പോൾ അലീന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അത് ബാലചന്ദ്രനോട് പറയില്ല, അത് അവൾക്ക് തന്നെ ആപത്തല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് ബാലചന്ദ്രൻ ഈ സത്യം എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ ചിലപ്പോൾ അലീനയാണ് വൈജയുടെ മകൾ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച കാര്യം മാത്രമേ അറിയുണ്ടാവുള്ളൂ എന്നൊക്കെ പറയണം, ഒന്നും അറിയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മാലതി പറയാണ് കേട്ടോ. ഇപ്പോഴും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മുടെ ഊഹം മാത്രമല്ലേ, അതുകൊണ്ട് നമ്മൾ ഒന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഇതൊരു തീപ്പൊരിയാണ്, ആളുകൾ വെടിമരുന്നും
ആയിട്ട് നിൽക്കുകയാണ് ഒരു ഗോസിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പൂത്തിരി കത്തിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആരോടും ഒന്നും പറയണ്ട, നമുക്ക് ഈ ദുർഘടങ്ങളിലൂടെ തട്ടാതെ മുട്ടാതെ ആർക്കും മുറിവേൽക്കാതെ അങ്ങ് സേഫായിട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറയും. പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ വൈജി ആണെങ്കിലും ഭയങ്കര പരാതിയിലാണ്. ആദ്യം ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു ഗംഗാധരൻ. അപ്പോൾ ഡോക്ടർ തിരക്കിലാണ്. ഗംഗാധരനോട് മാലതി ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടോന്ന്. അപ്പോൾ ഡോക്ടർ തിരക്കിലാണ്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്? ബാലചന്ദ്രൻ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ തരണം ചെയ്തില്ലേ? ഇപ്പോൾ അയാൾക്ക് ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിസ്ചാർജ് എന്നാന്ന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ഞാൻ ഇനി ഡോക്ടറെ കാണുമ്പോൾ സംസാരിച്ചോളാം എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു, അതൊന്നല്ല വൈജയുടെ പരാതി, ബാലചന്ദ്രന് അവളോട് സംസാരിക്കേണ്ട, അവളെ മാത്രം മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അതെന്തോ മനസ്സിൽ ശത്രുത ഉള്ളത് കൊണ്ടെന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതൊക്കെയാണ് അവളുടെ ഡൗട്ട്സും കംപ്ലയിൻസും എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നിൻ്റെ പല ദുർവാശികളും ബാലചന്ദ്രന് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അമ്മേനോട് സംസാരിച്ചു, നിൻ്റെ മക്കളോട് സംസാരിച്ചു, നീ ബാലചന്ദ്രന് വെറുതെ ടെൻഷൻ കൊടുക്കുകയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്നിങ്ങനെ പറയൂ കേട്ടോ. ആ സമയത്ത് വൈജി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ ബാലചന്ദ്രൻ പറയുന്നതൊന്നും അംഗീകരിച്ച് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കും കൂടെ തോന്നണ്ടേ എന്നൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ വൈജയന്തി ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രൻ പറയുന്നത് എല്ലാം ശരിയാണെന്ന് അമ്മയ്ക്കറിയാം, നിൻ്റെ മക്കൾക്കറിയാം, അത് നിനക്ക് മാത്രമേ അറിയാത്തതുള്ളൂ, അത് ആരുടെ കുറ്റമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ എന്നെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ, ബബിത പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുകയാണ് കേട്ടോ. രോഹിത് ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ, രോഹിത് ശരിയാണോ എന്നിങ്ങനെ ഗംഗാധരൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് മിണ്ടാട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നീ ശരിയാണോ വൈജയ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ പറയുന്നൊന്നും ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരനും അങ്ങ് വൈജയന്തിനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്കിങ്ങനെ നിൻ്റെ വാശി അഹങ്കാരമൊക്കെ തന്നെയാണ് ഇന്ന് ഈ ബാലചന്ദ്രനെ ഈ അവസ്ഥയിലാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തും. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ തീരുമാനിക്കട്ടെ അയാളുടെ വീട് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത്, നീ അങ്ങ് എല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, ഇനിയിപ്പോൾ ഞാൻ ആ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയി നിൽക്കണോ, ഇനി ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറണോ എന്നൊക്കെ ചോദിച്ച് നല്ല സങ്കടത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് വൈജയന്തിക്കാണെങ്കിലും. ഇപ്പോൾ വൈജയന്തിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഗംഗാധരനും മാലതിയൊക്കെ സംസാരിച്ചത്. അതൊന്നും അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാധരൻ ഡോക്ടറെ കാണാനായിട്ട് ചെന്നതാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. അയാളുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അറ്റാക്ക് വന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിവിയർ അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഫസ്റ്റിലൊരു സ്ട്രോക്കാണ് വന്നത്. അപ്പോൾ ആ സ്ട്രോക്കിൽ ഒരു വശം തളർന്നു പോവേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അത് തരണം ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ സെർവൻ്റ് CPR കൊടുത്തതുകൊണ്ടും രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ട്. അപ്പോൾ ബാലചന്ദ്രന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൽ 2 ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇനിയിപ്പോൾ ഒരു സ്റ്റെൻറ്റും കൂടെ ഇടാനുള്ള ഫിസിക്കൽ കണ്ടീഷന് ബാലചന്ദ്രന് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നോ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ഓവർ ടെൻഷൻ കൊണ്ട് BP അങ്ങ് കൂടി എന്നൊക്കെ പറയാൻ കേട്ടോ. അയാളുടെ മനസ്സിലെ അലട്ടിന് എന്തോ ഒരു വലിയൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് അയാൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഡോക്ടർ ബാലചന്ദ്രനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ സംസാരിച്ചിരുന്നു, പക്ഷേ അയാളൊന്നും വിട്ട് പറയുന്നില്ല എന്ന് പറയൂ കേട്ടോ. അയാൾക്കാണെങ്കിൽ ആരെയും കാണുകയും വേണ്ട, ഭാര്യേനെ കാണണോ മക്കളെ കാണണോ എന്നൊക്കെ അതൊക്കെ ആവാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, പക്ഷേ അയാൾക്ക് ആരെയും കാണണ്ട എന്നാണ് പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ഡോക്ടർ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അയാൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കുമല്ലോ ആരെയും കാണണ്ടെന്ന് അയാൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എപ്പോഴും ഇങ്ങനെ തനിച്ചിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞങ്ങളും അതങ്ങ് അനുവദിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. പേഷ്യൻറ്റിൻ്റെ മനസ്സമാധാനമല്ലോ നമുക്കും വലുത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ, അതെ അത് ശരിയാണ്, ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ ബാലനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം എന്നുള്ളത്, സന്ദർശകരാരും വേണ്ട എന്നുള്ളത്. എന്നാൽ പിന്നെ ഡോക്ടർ തന്നെ ബാലചന്ദ്രൻ്റെ ആരോഗ്യത്തിന് അത് തന്നെയാണല്ലോ നല്ലത്, അത് എല്ലാവരോടും കൂടി ഒന്ന് പറയണം. അപ്പോൾ ആർക്കും പരിഭവം ഒന്നും പ്രശ്നങ്ങളും ഉണ്ടാവില്ലല്ലോ, മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ നോക്കണ്ടേ എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രൻ്റെ പ്രശ്നം എന്താണെന്ന് സാറിന് അറിയാമെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ ഡോക്ടർ ഗംഗാധരനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചില ഊഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ബാലചന്ദ്രനും അതുപോലെ തന്നെ അയാളുടെ വൈഫുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടതായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ, അത് ചിലപ്പോൾ വൈജിക്ക് അറിയാത്ത പ്രശ്നങ്ങളായിരിക്കും, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, അതെനിക്കിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഭാര്യേനെ കാണുന്നത് ബാലചന്ദ്രന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനിയിപ്പോൾ അത് കാണണ്ട എന്നുള്ളത് ഡോക്ടർ തന്നെ ഒന്ന് പറഞ്ഞേക്കണം
എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, പേഷ്യൻറ്റിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയാറുള്ളത്. ഇതിപ്പോൾ സ്വന്തം ഭാര്യയിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ രക്ഷിക്കണം എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും പിന്നീട് അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഗംഗാധരൻ മാലതിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വൈജി എവിടെയെന്ന്. അപ്പോൾ അവളിപ്പോഴും നമ്മളോട് പിണക്കത്തിലാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവൾക്ക് എന്താ ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ പറയുന്നതെല്ലാം ശരിയാണെന്നാണ് അവളുടെ വിചാരം, അവൾക്ക് ബാലചന്ദ്രൻ ചത്താലും വേണ്ടിയില്ല, അവൾ പറയുന്നതെല്ലാം നടക്കണം എന്നിങ്ങനെ പറയൂട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാലതി എന്നിങ്ങനെ ഗംഗാധരൻ ചോദിക്കുമ്പോൾ മാലതി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് സത്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞാലോ എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു അത് പറ്റില്ല, ആ ഫാമിലി തകരും. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റില്ല, സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു അവളെ കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു, എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചാണ് അവളെ കല്യാണം കഴിപ്പിച്ചത്, എന്നിട്ട് ഇപ്പോൾ എല്ലാം ശരിയായോ, ആ കല്യാണം കഴിച്ചവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി എന്നൊക്കെ പറയൂ കേട്ടോ. അതിലും ഭേദം ബാലചന്ദ്രൻ അങ്ങ് അറ്റാക്ക് വന്ന് പോകുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ് മാലതി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ എന്താ മാലതി നീ പറയുന്നതെന്ന് പറയട്ടോ, ഇതിലും ഭേദം അത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാലതി വിഷമത്തിൽ അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ഗംഗാധരനാണെങ്കിൽ കമലേനോടും ഒക്കെ വൈജയുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈജയുടെ വലിയ പ്രശ്നം അലീനയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യമൊക്കെ പ്രൊമോയിൽ പറയുന്നുണ്ടായിരുന്നേ. ഡോക്ടറാണെങ്കിലും ബാലചന്ദ്രനോട് ടെൻഷനൊന്നും കൊടുക്കേണ്ട, നല്ല മനസ്സമാധാനത്തിലിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ച്